نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم واذكر في الكتاب إبراهيم إنه كان صديقا نبيا إذ قال لأبيه يا أبت لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് ജീവിതത്തിലുടനീളം പുലർത്തി ഒരു മുഅ്മിനും മുത്തഖിയും മുഹ്സിനുമായി ജീവിച്ച് മരണപ്പെട്ടു പോവാനുള്ള തൗഫീഖ് തന്ന അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി ഹജ്ജ് കർമ്മത്തിന് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾ യാത്ര തിരിക്കുന്ന ഒരു സന്ദർഭങ്ങളിലാണ് നമ്മളുള്ളത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വപ്നവും അവരുടെ പ്രാർത്ഥനകളും ഒക്കെയാണ് ഒരു ഹജ്ജ് എന്ന് പറയുന്നത്. ഹജ്ജ് ചെയ്യാൻ കഴിയാത്ത ഓരോ മുസ്ലിമിന്റെയും അകത്ത് അല്ലാഹുവേ, എനിക്ക് ആ കഅബാലയം ഒന്ന് കാണിച്ചു തരണേ, അവിടെ ഒന്ന് സന്ദർശിക്കാനുള്ള സൗഭാഗ്യം നൽകണമേ, അതിന് തൗഫീക്ക് തരണേ എന്ന പ്രാർത്ഥന നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണാം. ഹജ്ജിന്റെ ഓരോ അനുഭവങ്ങളും പാഠങ്ങളും ചിഹ്നങ്ങളുമെല്ലാം മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ജീവിതവും
അവിടുത്തെ ചരിത്രവും അവിടുത്തെ പ്രബോധനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. ആ ജീവിതം എത്രമേൽ പ്രധാനമാണ് എന്ന് ചോദിച്ചാൽ, ഒരു ദിവസം പോലും ആ പേരുച്ചരിക്കാതെ വിശ്വാസികൾക്ക് ഉറങ്ങാനോ ഉണരാനോ ജീവിക്കാനോ കഴിയില്ലല്ലോ. ഇബ്രാഹിം അലൈഹിസ്സലാം നമ്മുടെ ജീവിതത്തില് വലിയ ഒരു ഓർമ്മകളായി നിലനിൽക്കണം. ഇത് പടച്ച റബ്ബിന്റെ ഒരു നിശ്ചയമാണ്. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാമയുടെ പേര് കഴിഞ്ഞാൽ പിന്നെ 69 സ്ഥലങ്ങളിലായി അദ്ദേഹത്തിന്റെ നാമം അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മഹാനായ ഖുർആൻ പണ്ഡിതനും ലോകത്തറിയപ്പെടുന്ന ഉസ്താദുമായ ഖുറം മുറാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ലോകത്ത് ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചറിയാൻ പൊതുവിൽ ആളുകൾ അവലംബിക്കുന്ന 2 മാർഗം. ഒന്ന്, ആ കാര്യത്തെ വാക്കുകളിലൂടെ നിർവചിക്കുക, ആവിഷ്കരിക്കുക. വെച്ചാൽ അറിയാത്തൊരു കാര്യം അറിയാൻ വാക്കുകൾ കൊണ്ട് പരിചയപ്പെടുത്തുക. രണ്ടാമത്തതൊന്ന്, ഒരു കാര്യത്തെ അറിയാൻ ഒരു മോഡൽ കാണുക എന്നതാണ്, മാതൃക കാണുക. ഒക്കെ ഒരു ഉപകരണമോ ഒരു വസ്തുവോ നമ്മൾ വാങ്ങുമ്പോൾ അതിന്റെ പ്രയോജനങ്ങളും അതിന്റെ ഉപകാരങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്താൻ അതിനൊരു മോഡല് കാണിച്ചു തരും. എല്ലാ ലോകത്തെ ആശയങ്ങൾക്കും സങ്കല്പങ്ങൾക്കുമൊക്കെ ഒരു വ്യക്തത വരാൻ വേണ്ടിയാണിത്. ഖുറം മുറാദ് പറയുന്നു, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും ഒരു മോഡൽ ലോകത്ത് വേണമോ, അതിന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയിലേക്ക് നോക്കുക. ഒരു മുസ്ലിം എങ്ങനെ ആയിത്തീരണം, ആർക്കറിയണമെങ്കിലും അവിടേക്ക് നോക്കുക. അതുകൊണ്ടാണല്ലോ മില്ലത അബീക്കും ഇബ്രാഹിം, ഒരു പ്രവാചകനെ കുറിച്ചും അല്ലാഹു ആ ഒരു ശൈലി സ്വീകരിച്ചിട്ടില്ല. നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ വാപ്പ, അങ്ങനെയാണ് ഉപയോഗിച്ചത്. നിങ്ങളുടെ പിതാവിന്റെ മില്ലത്തിനെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ജീവിതാനുഭവങ്ങള് സൂറത്ത് അൻആമിലൂടെ പഠിപ്പിച്ച് ആ പരമ്പരയിൽ നിന്ന് വന്ന ഒരുപാട് അമ്പിയാക്കന്മാരുടെ കഥകൾ പേരെടുത്ത് പറഞ്ഞു തന്ന് അല്ലാഹു പറഞ്ഞത്, ഉലൈകല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹു മുഖ്തദി, അവരുടെ പാതയെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത് എന്നാണ്. വീട്ടി പറയാതെ ഇബ്രാഹിം അലൈഹിസ്സലാം തൗഹീദിന്റെ പ്രബോധകനാണ്. ഹജ്ജ് കർമ്മങ്ങളുടെ ആ സ്മരണകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്നത് തൗഹീദാണ്. അതുകൊണ്ടാണല്ലോ മക്കം ഫത്ഹ് ഉണ്ടാകുന്നത് ഹിജ്റ 8-ലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നിർവഹിക്കാൻ പോകുന്നത് ഹിജ്റ 10-ലാണ്. എന്ന് വെച്ചാൽ കഅബാലയത്തിന്റെ ചുറ്റുമുള്ള ഒരുപാട് വിഗ്രഹ സാന്നിധ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. അതെല്ലാം ഒഴിവാക്കിയിട്ട് ഒരു ശുദ്ധമായ കഅബാലയത്തിലേക്കാണ്, വിഗ്രഹങ്ങളില്ലാത്ത കഅബാലയത്തിലേക്കാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാ അമ്പിയാക്കന്മാരെ പറ്റിയും നിരവധി ഗുണവിശേഷണങ്ങൾ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്, അല്ലെ? ഒരുപാട് എല്ലാ നബിമാരെ കുറിച്ചും പറയുന്നുണ്ട്. പക്ഷെ വിശദമായി നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ കുറിച്ച് കുറച്ചൊന്നുമല്ല ഖുർആൻ പറഞ്ഞു തരുന്നത്. കാരണം പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ഒരു സമുദായമായിരുന്നു, ഒരു ഉമ്മത്തായിരുന്നു അദ്ദേഹം എന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹു അദ്ദേഹത്തെ ഉമ്മത്തിനോട് ഉപമിക്കുന്നത്. ഇന്ന ഇബ്രാഹിം കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ ശാകിറൻ ലിഅൻഉമിഹി. നോക്കിയേ, ഇങ്ങനെ 8-10 വിശേഷണങ്ങൾ ഒരേ സ്ഥലത്ത് വെച്ച് പറയാണ്. വേറെ ഭാഗത്ത് ഇതിന്റെ അർത്ഥമെല്ലാം പറയണോ? അദ്ദേഹം ഖാനിതാണ്, അദ്ദേഹം അല്ലാഹുവിന് സമ്പൂർണമായി കീഴ്പ്പെട്ടവനാണ്, അദ്ദേഹം ഒരു ഉമ്മത്താണ്, അദ്ദേഹം ഒരു ഹനീഫാണ്. വിശുദ്ധ ഖുർആനില് ഞാൻ ഓർക്കുന്നത് 6-7 സ്ഥലങ്ങളിലാണ് ഹനീഫ് എന്ന വാക്ക് ഉപയോഗിച്ചത്. അതിലെ 2 സ്ഥലം ഒഴികെ ബാക്കിയെല്ലാം ഇദ്ദേഹത്തിന്റെ നാമവുമായി ചേർത്തിയാ പറയുന്നത്.
അപ്പൊ ഉമ്മത്താണ്, ഖാനിത്താണ്, ഹനീഫാണ്. അദ്ദേഹം മുശ്രിക്കല്ല. വലം യകുനിൽ മുശ്രിക്കീൻ. അദ്ദേഹം ശാക്കിറാണ്. വേറെ ഭാഗത്ത് പറയുന്നത് എന്തറിയാമോ? അതീവ ഭക്തനാണ്. ആ വാക്കിന്റെ അർത്ഥത ആ ഭക്തനാണെന്ന് പറഞ്ഞിട്ട് വിശദീകരിക്കുകയാണ്. അദ്ദേഹം ഒരു ഭാഗത്ത് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് സുദ്ദീഖാണെന്നാണ്. പിന്നെ പറയുന്നുണ്ട് ഹലീമാണ്, അവ്വാഹാണ്, മുനീബാണ്. ഇന്ന ഇബ്രാഹിം ലഹലീം അവ്വാഹും മുനീബുൻ. വിശദീകരണം നമുക്കൊക്കെ പിന്നീട് ഇങ്ങനെ കൊടുക്കട്ടോ. അദ്ദേഹത്തിന്റെ പേരുകൾ അല്ലാഹു ഉപയോഗിക്കുകയാണ്. എന്നൊക്കെ നമ്മൾ ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഒരു ഭക്തൻ എന്നൊരാളെ പറഞ്ഞാൽ നമ്മൾ ആരെയെന്നറിയോ? നല്ലൊരു ഭക്തൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പിന്നെ മനുഷ്യന്മാരോട് മിണ്ടൂല, പൊതുകാര്യങ്ങളിൽ ഇടപെടൂല, ആരോട് വർത്താൽ അതൊരു പ്രത്യേകപരമായ ഒരവസ്ഥയാണ്. ഇതിനാണ് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുക, ആത്മീയതയുടെ വഴിയിൽ പ്രവേശിച്ചാൽ പിന്നെ വേറൊരു കോലാണെന്ന്. പിന്നെ അവരുടെ പ്രാർത്ഥന എന്താണ്? മുഴുവനും പരലോകമായിരിക്കും, സ്വർഗവും നരകവും, അങ്ങനെ കാര്യങ്ങളാണ്. പക്ഷേ ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന ഈ വളരെ ഭക്തനായ ആള് നമ്മുടെ ഇപ്പൊ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്തറിയോ? അച്ഛനെ ആദ്യത്തെ പ്രാർത്ഥന പരലോകമായിട്ട് ബന്ധപ്പെട്ട ഇന്ന് മാനം കെടുത്തരുത് റബ്ബേ. ആരുടെ ഒരു ശുപാർശയില്ലാതെ അവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് മാനം കെടുത്തരുത്, എന്റെ മക്കളെ നീ സംരക്ഷിക്കണതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആലോചിച്ചു നോക്കുക. ആ പ്രാർത്ഥനയിൽ ഒരു സമൂഹത്തിന്റെ സുഭിക്ഷതയുണ്ട്, ഒരു സമൂഹത്തിന്റെ സുരക്ഷിതത്വമുണ്ട്. റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. പടച്ചോനെ ഈ നാട് നിർഭയത്വമുള്ളതാക്കി തരണം. പിന്നെ ഞങ്ങൾക്ക്, എന്റെ മക്കൾക്ക് സുഭിക്ഷമായി ഭക്ഷണം കഴിക്കണം. ഞാൻ അതൊന്നും ബയാൻ ചെയ്യുന്നില്ല. നമ്മൾ പഠിക്കേണ്ടുന്ന ചില സംഗതികളുണ്ട്. ആ ജീവിതത്തിന്റെ ആകത്തുക, ആ ശ്രദ്ധ കേന്ദ്രം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനമാണ്. ദീനിനെ പരിചയപ്പെടുത്തലാണ്. ആ ദീനിനെ പരിചയപ്പെടുത്താൻ തുടങ്ങുന്നത് പുറത്തു നിന്നല്ല, കുടുംബത്തിൽ നിന്നാണ്. ആ കുടുംബത്തിൽ ഉപ്പയോടുള്ള ബയാൻ, ഓരോരോ വിശദീകരണം, ഓരോ ദഅവത്ത് നടത്തുന്നതിന്റെയും മുമ്പ് അള്ളാഹ് പറഞ്ഞൊരു വാക്കെന്തറിയാമോ? വദ്കുറു ഫിൽ കിതാബി ഇബ്രാഹിം. അതാണ് ഞാൻ ഓതി വെച്ച ആയത്ത്. ഇബ്രാഹിം അലൈഹിസ്സലാമയെ നിങ്ങൾ ഈ വേദത്തിൽ ഒന്ന് ഓർക്കണം. ഇന്നഹു കാന സുദ്ദീഖൻ നബിയൻ. അദ്ദേഹം സുദ്ദീഖാണ്. അദ്ദേഹം സുദ്ദീഖാണ്. സുദ്ദീഖിന്റെ അർത്ഥം നമുക്ക് പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. എന്നിട്ട് പറഞ്ഞുതരാണ്, ഇത് ഖാല ലി അബീഹി യാ ഹബതി ലിമ തഅബുദ് മാ ലാ യൻഫഅ വലാ യുബ്സിർ വലാ യുഅനി അൻക ശൈഅ. ഉപ്പാനെ വിളിക്കുകയാണ്. സുദ്ദീഖ് നമുക്ക് പഠിക്കണം. ഈ സമൂഹത്തിൽ ഇടപെടുകയാണ്. ആദ്യത്തെ മഹത്വം പ്രബോധനത്തിനുള്ള യോഗ്യതയായി പറഞ്ഞത് സുദ്ദീഖാണ്, നബിയാണെന്ന് പറഞ്ഞു. ഉപ്പാനെ വിളിക്കുന്നത് ആ ഖൗമിന്റെ ഒരു അവസ്ഥ നമ്മൾ ശരിക്കും പഠിക്കണം. ഇദ്ദേഹം പിറന്നു വീണ നാടിന്റെ പേര് ഊറ് പട്ടണമാണ്. ഇവിടെ പഴയ വൈവിധ്യമാർന്ന അന്ധവിശ്വാസങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ അവിടെയുണ്ട്. കാരണം അവിടെ നിന്ന് ശിലാരേഖകളിൽ ഉത്ഖനനം നടത്തിയെടുത്ത് കാണാം 5000-ലധികം ദേവന്മാരുടെ ചിത്രങ്ങളും പേരുകളുമുണ്ട്. അത്ര അത് ബയാൻ ചെയ്യണ്ടല്ലോ. ഒരു നാട്ടിൽ നിന്ന് മാത്രം ഇത്രയും എണ്ണം കുട്ടിദൈവങ്ങളെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അന്ധവിശ്വാസങ്ങളുടെ ആഴം എത്രയായിരിക്കും? ഇതാണ് അവിടുത്തെ മതം. ആ മതത്തിന്റെ ഉസ്താദാണ്, നിർമ്മാതാവാണ് സ്വന്തം വാപ്പ എന്ന് പറയുന്നത്. എന്നിട്ട് ഉപ്പനെ ചെന്ന് വിളിക്കുന്ന വിളി എന്താ നോക്ക്. പിന്നെ അവിടെ ചില തകർക്കല് കാണാന്നാണ് ചരിത്രത്തിൽ കാണും. ഇവിടെ സത്യത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം തകർക്കുകയാണോ ചെയ്തത്? വലിയ ദൈവത്തിന്റെ കഴുത്തിൽ കോടാലി ഇട്ട് കൊടുത്തല്ലോ. എങ്കിൽ തകർക്കലായിരുന്നു അവരുടെ ഉദ്ദേശമെങ്കിൽ സത്യത്തിൽ ആദ്യം തകർക്കേണ്ടത് ആരായിരുന്നു? ചെറിയവരല്ലല്ലോ, വലിയവനല്ലേ. കാരണം ഫസാദുകൾ എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ വലിയോടത്ത് നല്ല വരേണ്ടത്. വലുതിനവിടെ നിർത്തി. സത്യത്തിൽ നമ്മൾ ചരിത്രങ്ങൾ പഠിക്കുമ്പോ ഒരു തകർക്കലേ അല്ല, മറിച്ച്
അവരുടെ ബുദ്ധിയെ ഒന്ന് തൊട്ടുണർത്തലാണ്. കാരണം എന്തറിയാമോ, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അധികരിക്കുന്ന ജനതയിൽ വിവേചന ബുദ്ധി ഉണ്ടാവില്ല. ഈ വാക്കിനെ നിങ്ങൾ നന്നായിട്ട് ആലോചിക്കണം. നിങ്ങൾ ആദ്യം എടുത്ത് പരിശോധിക്കേണ്ടത് ഏതൊക്കെ നാട് നിങ്ങൾക്ക് കിട്ടുമോ ആ നാട്ടിലെ എല്ലാ സംസ്കാരങ്ങളും എടുക്കുക. നമ്മുടെ നാട്ടിൽ ചില ആളുകളൊക്കെ പറയുന്ന, അതും എങ്ങനെയാണ്, ഒരുപാട് ഡിഗ്രികളുള്ള വിദ്യാഭ്യാസ യോഗ്യതകളുള്ള ഏറ്റവും ഉയർന്ന തലങ്ങളിൽ എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളാണ് ഈ പറയുന്നത്. ഇതൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ ഞാനത് പറയേണ്ട ആവശ്യമില്ല. നാട്ടിലെ സമകാലിക ലോകത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏതെല്ലാം വാക്കുകളുണ്ടോ അങ്ങനത്തതൊക്കെ എടുത്തിട്ട് ഈ വാക്കിലേക്ക് വെക്കണം. അതാണ് ആലോചനയ്ക്ക് വേണ്ടി പറയുന്നു എന്ന് പറഞ്ഞാൽ, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അധികരിക്കുന്ന ജനതയിൽ വിവേചന ബുദ്ധി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവില്ല. മാത്രമല്ല, ആ ഉണർവുണ്ടാക്കാൻ അദ്ദേഹം ഉപ്പയെ ഒന്ന് വിളിച്ചു നോക്കി. ആ ഉപ്പന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞറിയാമോ, ഓരോ പ്രയോഗങ്ങളുണ്ട്. ഉപ്പ, നിങ്ങൾ ഈ കാണാനും കേൾക്കാനും കഴിയാത്ത ഒരു ഉപകാരവും തരാത്തതിന് എന്തിനുപ്പങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന ആ വിളിയാണ് പ്രധാനം. അബത്തി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടാത്ത ചിലത്, നിങ്ങൾക്ക് വരാത്ത ചില അറിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഉപ്പാനോട് പറയണ അങ്ങനെയാണ്. തികച്ചും മനഃശാസ്ത്രപരമാണ് ആ പ്രയോഗങ്ങൾ. കാരണം എന്താ അറിയാം, ഉപ്പാനോട് നിങ്ങൾക്ക് വിവരമില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു അപകടം ഉണ്ടല്ലോ. അങ്ങനെ പറയാനും പാടില്ലല്ലോ, അല്ലേ? എന്റെ അപ്പാനോട് നിങ്ങൾക്ക് വിവരമില്ല എന്ന് പറയാൻ പറ്റൂല. അതിനെന്നല്ല തിരിച്ചു പറയണത്. പുറത്തുനിന്ന് വഹയാണ് കിട്ടുന്നെങ്കിൽ പോലും ഉപ്പനോട് എന്താ പറഞ്ഞത്, നിങ്ങൾക്ക് വരാത്ത കിട്ടാത്ത ചിലത് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോ ആ പ്രയോഗങ്ങൾ പോലും പ്രകോപനങ്ങളില്ലാതെ എങ്ങനെ ആദർശ പ്രബോധനം നടത്താമെന്ന തികഞ്ഞ ഒരു തത്വശാസ്ത്രം അവിടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാത്രമല്ല, നിങ്ങൾ അറിവില്ലാത്തവനാണെന്ന പ്രയോഗം, നിങ്ങളെക്കാൾ എനിക്ക് ചിലത് കിട്ടിയിട്ടുണ്ടെന്നുള്ള വർത്തമാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ പറഞ്ഞു, ഉപ്പ പൈശാചികത വരാതിരിക്കാൻ ഉപ്പ നല്ലോ ശ്രദ്ധിക്കണം. പൈശാചികത വന്നു കഴിഞ്ഞാൽ അത് അപകടമാണ് ഉപ്പ. അവൻ നമ്മുടെ ശത്രുവാണ്. ലാ തഅബുദു ശൈത്താൻ ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയ. ഉപ്പാനെ ശിക്ഷ പിടികൂടുമെന്ന് ഞാൻ പേടിക്കുന്നുണ്ട്. ഉപ്പ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ ശരിക്കും ആലോചിക്കണം. ഒരു മിനിറ്റ് ഞാനത് പറയുന്നുള്ളൂ കേട്ടോ. പിന്നെ യഥാർത്ഥത്തിൽ ദീനിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരാളോട് എങ്ങനെ സംസാരിക്കണമെന്ന ശൈലിയാണ് ഇവിടെ ഉപ്പാനോടും ഉപ്പി മകനും തമ്മിലുള്ള സംഭാഷണം നമുക്ക് മനസ്സിലാക്കുക. ഒരാളെയും ഇസ്ലാമിക പ്രബോധനത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പാടില്ല. ഒരാളും നന്നാവൂല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. മാത്രമല്ല, പിന്നെ അങ്ങനത്തെ കമന്റുകളൊന്നും ഒരിക്കലും നമ്മുടെ അടുത്ത് വരാൻ പാടില്ലല്ലോ. ഇക്കൂട്ടർ നമ്മളെങ്ങനെ ആണെങ്കിലും ശരി, അതും പഠിക്കണട്ടോ. നമ്മൾ എങ്ങനെ മയപ്പെടുത്തി പറഞ്ഞാലും ഈ കൗമിൽ നിന്ന് തിരിച്ചു കിട്ടി എന്തായിരിക്കും? അവരുടെ പ്രതികരണം വളരെ മോശമായിരിക്കും. നമ്മൾ എങ്ങനെ പറഞ്ഞാലും ശരി, പക്ഷെ മോശമാണ് നോക്കിയിട്ട് നിങ്ങൾ അങ്ങനെ പറയാതിരിക്കരുത്. നിങ്ങളുടെ ശൈലി ഇങ്ങനെ തന്നെ ആവണം. മാത്രമല്ല, കാല ഇബ്രാഹിമേ, വാപ്പ അങ്ങനെ മാത്രമേ വിളിച്ചുള്ളൂ. തന്റെ കുട്ടിയെന്നൊന്നും വിളിച്ചില്ല. എന്നിട്ട് പറഞ്ഞതരും, നീയും ഞാനും ഒരു ബന്ധുല്ലടോ, നീയും ഞാനും ബന്ധല്ല. കാരണം അങ്ങനെ പറയാൻ കാരണം അത് ബയാൻ ചെയ്യുന്നില്ല. കഠിന ഹൃദയന്മാരായിരിക്കും. അള്ളാഹുവിന്റെ കലാമിൽ നിന്ന് ഒരു മനസ്സ് പുറത്തു പോയാൽ ലോകത്തെ ഏറ്റവും വലിയ ക്രൂരന്മാരായിരിക്കും അവർ. വാപ്പി മക്കളോടാണ് ഇങ്ങനെ ആയാലും വേണ്ടില്ല. എന്നിട്ട് പറഞ്ഞതെന്നറിയോ, ഈ രൂപത്തിൽ പ്രതികരിക്കുമ്പോൾ നിന്നെ ഞാൻ എറിഞ്ഞുകൊല്ലും എന്നാ പറഞ്ഞത്. ഇന്ന് നമ്മൾ ആലോചിച്ചു, ഇസ്ലാമിന്റെ വിരുദ്ധ ശക്തികൾ നമ്മുടെ ഭാഗത്ത് ഒരു പ്രകോപനങ്ങൾ ഇല്ലാതെ തന്നെ ചെയ്യുമല്ലോ. ശത്രുക്കൾ അഗ്നി കൊണ്ടുണ്ടാക്കിയിട്ട് മുഅ്മിനീങ്ങളെ കൊണ്ടുപോയിട്ട് അട്ടഹസിച്ച് ചിരിക്കും. അവർ ചെയ്ത തെറ്റെന്തേ ഉള്ളൂ, മുഅ്മിനായി എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയരെ, അപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, സ്വജീവിതം കൊണ്ട്, ഒന്നുകൂടെ എന്റെ അടുത്തേക്ക് വരികയെ, സ്വജീവിതം കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കണം. അവർക്ക് നമ്മിലൂടെ ദീന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് വാപ്പയോടുള്ള
സംസാര ശൈലി ദഅവാ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് അമ്പിയാക്കന്മാർക്ക് അള്ളാഹു കൊടുത്ത ഒന്നാമത്തെ വിശേഷണമാണ് ഇന്നഹു കാന സുദ്ദീഖൻ നബിയ്യ. അദ്ദേഹം സുദ്ദീഖായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, രണ്ട് നിലക്കാണ് ഈ സുദ്ദീഖിനെ ഉലമാവ് വിശദീകരിക്കുന്നത്. ഒന്ന് ഫി ഖൗലിഹി വ ഫിഅലിഹി, അദ്ദേഹത്തിന്റെ ഖൗലിലും അദ്ദേഹത്തിന്റെ ഫിഅലിലും. രണ്ടാമത്തത് അല്ലാഹു കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സത്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. നമ്മളോടും പഠിച്ചു അതാ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂത്തഖുല്ലാഹ വകൂനൂ മഅസ്വാദിഖീൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ കഥകളെല്ലാം പറഞ്ഞു തന്നിട്ട് കഥ കേട്ടിട്ട് എണീറ്റ് പോകാനല്ലല്ലോ, മറിച്ച് എന്തിനാണെന്നറിയാമോ? കാര്യങ്ങൾ ഗ്രഹിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനാണ്. സുദ്ദീഖ്, ഒന്നുകൂടി ആലോചിച്ച് നോക്കണം. സുദ്ദീഖ് എന്ന ഒരു പദം, ഒരു ദിവസം മുഴുവനും നമ്മൾ ഒരാളോട് വർത്താനം പറയാൻ നോക്കുക, നമ്മൾ സുദ്ദീഖ് എന്നയാൾക്ക് തോന്നുമോ? വയലിനല്ല പറഞ്ഞിരുന്നത്. എന്തിനാണ് സുദ്ദീഖ് എന്ന വാക്ക് പറഞ്ഞത്? നമ്മളോട് ഇടപെട്ടാൽ ആ ഒരു നിമിഷം കൊണ്ട് നമ്മൾ സുദ്ദീഖാണ് എന്ന് വായിച്ചെടുക്കാൻ അയാൾക്ക് പറ്റുമോ? നമ്മളെ കുറിച്ച് നമ്മുടെ പ്രിയതമ നിങ്ങള് സുദ്ദീഖാണെന്ന് പറയോ? നാട്യരാരും പറയണ്ട, നമ്മുടെ കൂടെ ജീവിക്കുന്നവര് പറയോ? നമ്മൾക്കും നമ്മളെ കുറിച്ച് നമ്മൾ സുദ്ദീഖാണെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയുണ്ടല്ലോ, നമ്മൾ സുദ്ദീഖാണ് എന്ന് നമ്മൾക്ക് സ്വയം തോന്നുന്നുണ്ടോ? അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഒരാളുടെ വലുപ്പമോ അയാൾ പറയുന്ന പദങ്ങളുടെ ചേർച്ചയോ അതെല്ലായിരിക്കും ഒരുപക്ഷെ നമ്മൾ ഒരാൾക്ക് സ്ഥാനം കൊടുക്കുക, അല്ലെ? അയാൾ പറഞ്ഞ പദങ്ങളുടെ സൗന്ദര്യം എന്താണ്, ആ ശൈലി എന്താണ്, അതിനേക്കാളപ്പുറം ഇന്നഹു കാന സുദ്ദീഖൻ നബിയ്യ. നമ്മൾ നിൽക്കുന്ന ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. മെയ് 1 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അതിന്റെ ചരിത്രങ്ങളിലേക്കും മറ്റൊരു ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ നമ്മുടെ ബാധ്യതകൾ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തതോ ഏൽപ്പിക്കപ്പെട്ടതോ ആയ ഏത് ഉത്തരവാദിത്തങ്ങളാവട്ടെ അവിടെയൊക്കെ സത്യസന്ധത പുലർത്താൻ നമുക്ക് കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങാടി കൂടി ഇങ്ങനെ നടക്കുക. അപ്പൊ മാർക്കറ്റില് അരി വിൽക്കാൻ വെച്ചിട്ടുണ്ട്, ഗോതമ്പ്. അതിനിടയിൽ നിന്ന് വെറുതെ നബിയായി ആ ചാക്കിൽ കയ്യിട്ടപ്പോ അടിയിൽ ഭയങ്കര നനവ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ ഉടനെ പറഞ്ഞു, മൻ ഖശ ഫലൈസ മിന്നാ. വഞ്ചന കാണിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല കേട്ടോ. എന്താണ്? ഏത് വ്യക്തിയായാലും ശരി, അവനൊരു കൂലിപ്പണിക്കാരനാണെങ്കിലും ശരി, അവനി അല്ല കലക്ടറായാലും മന്ത്രിയായാലും ശരി, നമ്മൾ എത്തിപ്പെടുന്ന മേഖലകളിൽ നമ്മൾ സുദ്ദീഖുകളാകാൻ നമുക്ക് കഴിയണം. നമ്മൾ വാപ്പയാണ്, മകനാണ് ഒരേ സമയം, അല്ലേ? പുറത്തേക്ക് നോക്കി നമ്മൾ കുടുംബത്തിന് നേതൃത്വം കൊടുക്കുന്നവരാണ്. തിരിച്ചു നോക്കിയാലും ആണായാലും പെണ്ണായാലും ഒക്കെ എന്തെല്ലാം ബാധ്യതകളുണ്ട്. ഇന്നഹു കാന സുദ്ദീഖൻ നബിയ്യ. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ അതിമനോഹരമായ പ്രബോധന പ്രവർത്തനങ്ങൾ പറയുന്നതിന്റെ തൊട്ടു മുമ്പ് എന്താ പറഞ്ഞറിയോ? ആ സംസാരങ്ങൾക്ക്, ആ കർമ്മങ്ങൾക്ക്, ആ വാക്കുകൾക്ക്, ആ ഇടപെടലുകൾക്ക് സുദ്ദീഖിയത്തുണ്ടോ? പറയുന്നതിന് അതിശക്തമായ എഫക്ട് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതില്ലേ, വിഗ്രഹങ്ങളെ ഒന്ന് തകർത്തു എന്ന് പറയുന്ന രംഗത്ത് അവർ ചോദിക്കുന്നുണ്ട്, ഇത് ആര് ചെയ്തു എന്നാ. അപ്പോഴും വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് ആ കൗമ പറഞ്ഞത്, ഇബ്രാഹിം, ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ നമുക്ക് ഇവിടെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പക്ഷെ ബാക്കി അവനാണോ എന്നറിയില്ല. അവിടെയും അദ്ദേഹത്തിന്റെ ഹിക്മത്ത് അദ്ദേഹം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏറ്റവും സത്യസന്ധത നഷ്ടപ്പെട്ട, കളവും ചതിയും വഞ്ചനയും നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ധനസമ്പാദനം എന്ന് പറയുന്നത്, അല്ലേ? ഞാനുങ്ങളും ഒക്കെ പണം സമ്പാദിക്കാത്തവരല്ല. ഒന്നുകിൽ കൊടുക്കുന്നവരാണ്, വാങ്ങുന്നവരാണ്, ഒരേ സമയം കൊടുക്കുന്നവരാണ്, ഒരേ സമയം വാങ്ങുന്നവരാണ്. നിങ്ങൾക്ക് ധനം ഹലാലായ വഴികളിൽ നമുക്ക് എത്രയും സമ്പാദിക്കാം. എങ്ങനെയും പണം സമ്പാദിക്കൽ മാത്രമല്ല ലക്ഷ്യം. നേരത്തെ പറഞ്ഞത് ഹലാലായ വഴികളിലൂടെ. ലഹരി റാക്കറ്റുകൾ, അതേപോലെ തന്നെ സെക്സ് റാക്കറ്റുകൾ, ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് നമ്മൾ കേട്ടില്ലേ,
ഉമ്മാനെ കൊല്ലുന്നത് മകനാണ്, മകനെ കുട്ടിയെ കൊല്ലുന്നത് വാപ്പിയും കുടുംബവും പാടെ ചേർന്നിട്ടാണ്. അതൊക്കെ എത്തിച്ചേരുന്നത് എവിടെയാണ്? ലഹരിയാണ്. നേരെ മനസ്സിലാക്കണം, നമ്മൾ അധ്വാനിച്ച പണത്തിന്റെ ഒരംശം ഏത് വഴിക്ക് വന്നതാണെങ്കിലും സഹത്ത് മുഖേന എന്ന് വെച്ചാൽ ഹറാമിലൂടെ വളർന്ന തടിയാണെങ്കിൽ ആ തടി സ്വർഗത്തിൽ കിടക്കൂല. ഹറാമിന്റെ അംശമുള്ള ശരീരമാണെങ്കിൽ അത് സ്വർഗത്തിൽ കിടക്കൂല. ഫന്നാറു ഔലാ ബിഹി. അതുകൊണ്ടാണ് അത് നരകത്തിനാണ് ഏറ്റവും അനുയോജ്യം. ഹബീബായ റസൂൽ പറഞ്ഞല്ലോ, ഇടപാടുകളിൽ സത്യസന്ധത, ഗുണകാംക്ഷ രണ്ടും ഉണ്ടാകണം. ഇങ്ങനെ എത്ര വരെ ഇടപാടുകൾ എന്ന് വെച്ചാൽ, നമ്മളെ ഒരാൾ പണിക്ക് നിർത്തി, ഒരു കൂലിപ്പണിക്കാൻ നിർത്തുന്നത് നോക്കുക, ആ പണിക്ക് ഏൽപ്പിച്ചാൽ പോലും രേഖപ്പെടുത്താത്ത, എഴുതപ്പെടാത്ത ഒരു കരാർ അവിടെയുണ്ട് അല്ലെ. തെങ്ങിൻ്റോട് കളക്കാനാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ നിർത്തിയാൽ ഒരു രേഖ എഴുതൊന്നും വേണ്ടല്ലോ, എന്നാലിന്റെ പണിയാണെന്നാ. മുതലാളി എല്ലാ സമയവും നോക്കണമെന്നുണ്ടോ? ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കി, തൊഴിലുറപ്പ് പദ്ധതികൾ വരെ, അത് അങ്ങനെ പറയാൻ പാടുണ്ടോന്ന് അറിയില്ല, ഇല്ലെങ്കിൽ നമ്മൾ വെട്ടണം. തൊഴിലുറപ്പ് എന്റെ നാട്ടിൽ പറയാറുണ്ട്, തൊഴിലുറപ്പല്ല തൊഴിൽ അറപ്പായിട്ട് മാറുകയാണ് എന്നുള്ളത്. ആ നിലയിലേക്ക് നമ്മുടെ പല പണികളും നമ്മളെ ഏൽപ്പിച്ചാൽ തന്നെ ഇയാൾ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വസ്ഥായിട്ടിരിക്കുക. അങ്ങനെ കിട്ടുന്ന പിന്നെ അധ്വാനത്തിന്റെ ഫലം കൊണ്ട് ബർക്കത്തുണ്ടാകുമോ നമ്മൾ ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എവിടെ രണ്ട് നിബന്ധനകൾ ഉണ്ടാകണം, സത്യസന്ധതയും ഗുണകാംക്ഷയും. എന്താ പറഞ്ഞറിയാമോ? രണ്ടു കൂട്ടർക്കും തൃപ്തി വരണമെന്നാണ്. അൽ ബയ്യാനി ബയ്യന പൂരിക ലഹുമാ വഇൻ കതമാ. കച്ചവടം ചെയ്യുന്ന രണ്ടാൾക്കാര്, ആ കച്ചവടം ചെയ്യുന്നവൻ അത് ബയാൻ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് വരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെ ബർക്കത്തുണ്ടാകുന്നു. അതേ സ്ഥാനത്ത് അതിൽ നിന്ന് എന്തെങ്കിലും അവൻ നസീഹത്തില്ലാതെ മറച്ചു വെച്ചാൽ അവിടെ അവൻ നിഖമത്താണ് വരിക, നിഅമത്തല്ല. കാരണം കൊടുക്കുന്നവന് മാത്രം സംതൃപ്തി മാത്രം പോരാ, മുതലാളിക്ക് പോരാ, വാങ്ങുന്നവനും അവിടെ സംതൃപ്തി ഉണ്ടാകണം. അതാണ് ദീനിന്റെ താല്പര്യം എന്നുള്ളതാ. നിങ്ങൾ നോക്കി, നിങ്ങൾ കേട്ട ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നി അത്താജിറുൽ അമീനു സ്വാദിഖു മഅശ്ശുഹദാഇ വസ്സുദ്ദീഖിൻ. എന്താണ്? സത്യസന്ധനായ ഒരു കച്ചവടക്കാരൻ. അവൻ ആരാന്നറിയാമോ? ഈ കച്ചവടക്കാരൻ എന്ന് പറയുമ്പോൾ നമ്മള് ശരിക്കും മനസ്സിലാക്കേണ്ടത് പീഡിയക്കാരനെ മാത്രമല്ല കേട്ടോ. ഞാനും നിങ്ങൾ ലോകത്തെല്ലാ ആൾക്കാരും വാങ്ങുന്നവനും കൊടുക്കുന്നവനല്ലേ? അതില്ലാത്ത ഏതെങ്കിലും മനുഷ്യനുണ്ടോ? അത്താജിറുൽ അമീനു സ്വാദിഖ്, വിശ്വസ്തനും സത്യസന്ധനുമായ ഒരു കച്ചവടക്കാരൻ. മഅസ്സുദ്ദീഖീന വസ്സുഹദാ. ആരുടെ കൂടെയാണ് പരലോകത്ത്? സിദ്ദീഖീങ്ങളുടെ, സുഹദാക്കന്മാരുടെ കൂടെയാണ്. അപ്പൊ സത്യസാക്ഷികളുടെയും രക്തസാക്ഷികളുടെയും സ്ഥാനത്ത് എത്തണമെങ്കിൽ അതിന് ചില്ലറ അധ്വാനം ആവശ്യമാണ്, ശ്രദ്ധ ആവശ്യമാണ്. ലാഭം കിട്ടും, പക്ഷെ ബർക്കത്ത് ഉണ്ടാവില്ല. ബർക്കത്തുള്ള ലാഭമാണോ? ഗുണം അവിടെയാണ് ഉണ്ടാവുക. നിങ്ങൾ കേട്ടൊരു സംഭവം പറഞ്ഞു തരാം. മഹാനായ അറൂഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ അടുക്കല് നബി ഒരു ദിർഹം എടുത്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പോയിട്ട് ഒരു ആടിനെ വാങ്ങിച്ചു വരാൻ പറഞ്ഞു. കഥ കേട്ടിരിക്കും. ഇദ്ദേഹത്തിന് ഒരു ദിർഹം കൊണ്ട് 2 ആടിനെ കിട്ടി. അദ്ദേഹം ഒരാടിനെ ഒരു ദിർഹമിന് വിറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബി ആടിനെയും കൊടുത്തു, ഒരു ദിർഹം കൊടുത്തു. എന്തുണ്ടായി അറൂഹ എന്ന് പറഞ്ഞു. നബി ഇങ്ങനെയൊക്കെ ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫബാറക ഫീഹി അൽ ബൈഅ, ആ കച്ചവടത്തിൽ ബർക്കത്തിന് വേണ്ടി ഹബീബായ റസൂൽ പ്രാർത്ഥിച്ചു. അദ്ദേഹം പറയാണ്, ഞാൻ ആ കാണിച്ചത് ആയിരിക്കാം ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ നടത്തിയ ആ കച്ചവടത്തിൽ ശേഷം ഞാനൊരു പൂഴി മണ്ണെടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചാൽ പോലും എനിക്ക് ലാഭം കിട്ടാതിരുന്നിട്ടില്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ആ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂനുല്ലാഹ വറസൂൽ വതഖൂനു അമാനാതികും. വിശ്വാസികളെ, അല്ലാഹനെ വഞ്ചിക്കരുത്, റസൂലിനെ വഞ്ചിക്കരുത്. നമ്മൾക്ക് ഓരോരുത്തർക്കും അമാനത്തുകളുണ്ട്.
ആ അമാനത്തുകളോട് വഞ്ചന കാണിക്കരുത്. അധ്വാനിക്കാതെ ഒരാളെയും പറ്റിച്ച് തിന്നരുത്. അതുകൊണ്ട് അധ്വാനിച്ചേ തിന്നാവൂ എന്നുള്ളതാണ്. ലോകത്ത് അമ്പിയാക്കന്മാരുടെ കഥ മുഴുവൻ പരിശോധിച്ച് നോക്കി. എല്ലാ നബിമാരും, എല്ലാ ഇമാമിയങ്ങളും, എല്ലാ ഖലീഫമാരും ജോലി ചെയ്ത് മാത്രം ജീവിച്ചത്. മറ്റൊരാളെ പറ്റിക്കുന്ന ഒരു പണിയും അവിടെ എടുത്തിട്ടേല. ബാക്കി സമകാലിക സംഭവങ്ങളോ സാഹചര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ചേർത്തി വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൂടി പറഞ്ഞു, മാ അകല അഹദുൻ തആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യൗകല മിൻ അമലി യദിഹി. തന്റെ കൈകൊണ്ട് അധ്വാനിച്ച് തിന്നുന്നതിനേക്കാളും ഖൈറുള്ള ഒരു ഭക്ഷണം ലോകത്ത് വേറെ ഒന്നില്ല. എന്നിട്ട് പറഞ്ഞു തന്നു, അദ്ദേഹം അങ്ങനെയായിരുന്നു. ഏറ്റവും അറിയപ്പെടുന്ന ഈ അമ്പിയാക്കന്മാർക്കൊക്കെ ഉണ്ടല്ലോ, ആദം, ഇദ്രീസ്, നൂഹ്, ദാവൂദ്, എല്ലാ നബിമാരുടെയും അവരുടെ അധ്വാനം, ഇന്ന ജോലി അവർ ചെയ്തിരുന്നു എന്ന് വരെ ചേർത്തി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഹബീബായ റസൂലിന്റെ ആ വാക്ക് നമ്മൾ കൃത്യമായി പഠിക്കണം. ആ നിലക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് സംഗതികൾ കാണാൻ കഴിയും സഹോദരങ്ങളെ. ചരിത്രങ്ങളും നമുക്കതിൽ കാണാൻ കഴിയും. അലസത ഉത്തരവാദിത്വ നിർവഹണത്തിൽ വരരുത്. അതുകൂടി സൂചിപ്പിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുൽ ജന്ന ഖായിൻ ഫി സയ്യിൽ മലക. കെടുകാര്യസ്ഥത കൊണ്ട് തന്റെ യജമാനന് വല്ല നഷ്ടവും വരുത്തിയിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ സ്വർഗ്ഗത്തിൽ പോകില്ല. എന്നെ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ച് അതാണ് നശിപ്പിച്ച് കയ്യിൽ കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ലേ? ചില ആളുകളൊക്കെ ഉണ്ടാവും, ഈ ടാപ്പിംഗ് ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം, അത് മാത്രമല്ല, ഈ കത്തി വെക്കുന്ന ഒരു ചെറിയൊരു ഭാഗം ശ്രദ്ധ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് ഭയങ്കര നഷ്ടത്തിലാണ് എത്തുക. അത്ര വരെ ആ ജോലി ചെയ്യുന്നവൻ അത്രയും ശ്രദ്ധിക്കണം. ബാക്കിയുള്ള ജോലികൾക്കൊക്കെ അതിന്റെ ശ്രദ്ധയുണ്ട്. പക്ഷെ എന്റെ ഒരു അശ്രദ്ധ കൊണ്ട് ഉടമസ്ഥൻ എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നാൽ അതുകൊണ്ട് എനിക്ക് ബർക്കത്തുണ്ടാവൂല എന്ന് വളരെ ഗൗരവത്തിലാണ് ദീന് സഹോദരങ്ങളെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായി പഠിക്കേണ്ട ഒരു വാക്കുണ്ട്. എത്രയോ മുതലാളിമാരുടെ ഷോപ്പിൽ പണിയെടുക്കുന്നവരാണ് നമ്മൾ. അതിൽ പലതും അടിച്ചു മാറ്റിയിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ ഒന്നും വേണ്ട, എങ്ങനെ പഠിച്ചവന്റെ മുമ്പിൽ അതൊക്കെ പൊരുത്തപ്പെടിപ്പിക്കാം. ഞാൻ ഒരാളുടെ കടയിൽ നിൽക്കുന്നു, എന്റെ സുഹൃത്തുക്കൾക്ക് മുതലാളി ഇല്ലാത്ത നേരത്തെ വന്നാൽ അതും എടുക്കുക, ഇതും എടുക്കുക, തിന്നതൊക്കെ അങ്ങനെ തിന്നുന്ന ചില ആൾക്കാരൊക്കെ നമുക്ക് കാണാം. ഇതിനൊക്കെ നമ്മൾ ഏത് അക്കൗണ്ടിലാ ചേർക്കുക? ഒന്നും വേണ്ട. ഞാൻ സാധാരണ പറയാറുണ്ട്, ഒരു ഫ്രൂട്ട്സ് കടയിൽ നമ്മൾ കയറി, ചില ആളുകൾക്ക് അങ്ങനെ തന്നെ ഒരു സ്വഭാവം ഉണ്ടാകും. ഒക്കെ ഒന്നോ രണ്ടെണ്ണോ എടുക്കുക, അങ്ങനെ തിന്ന. ഇതിനൊക്കെ ഏത് കണക്കിൽ ഏത് അക്കൗണ്ടിൽ ചേർക്കും? അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ അങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയുമെന്നാണ്. ജീവിക്കാനൊക്കെ കഴിയും. അങ്ങനെ ജീവിക്കാൻ കഴിയുമ്പോഴാണ് പ്രിയരെ ഉള്ളതിനൊരു ബർക്കത്തുണ്ടാകുക, ഈ തടിക്കൊരു ബർക്കത്തുണ്ടാകുക. നല്ലപോലെ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു തുടങ്ങിയ ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോയത് ഏത് മുഖേനയെന്ന് ചോദിച്ചാൽ, ഇന്നഹു കാന സുദ്ദീഖൻ നബിയ്യ. ഈ വാക്ക് പറഞ്ഞിട്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ പ്രബോധന പ്രവർത്തനങ്ങളെ നമുക്ക് പറഞ്ഞു തന്നത്. നമ്മുടെ സംസാരവും നമ്മുടെ ഇടപാടുകളും നമ്മുടെ കണ്ണും കാതും ഒക്കെ അതുകൊണ്ട് ദീനാണ് വളരേണ്ടത്. അതുകൊണ്ട് ലോകത്ത് ദീന് പ്രചരിച്ചിട്ടുള്ളത് ആരിലൂടെയാണ്? പ്രബോധകന്മാരിലൂടെ അല്ല. നേരെ പഠിക്കണം. കച്ചവടക്കാരായി ഈ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് കടന്നു ചെന്ന മുസ്ലിമീങ്ങളായ സത്യവിശ്വാസികളിലൂടെയാണ് ദീന് പ്രചരിച്ചിട്ടുള്ളത് എന്ന വാക്കുകൂടി നമുക്ക് മനസ്സിലാകണം. വേറിട്ട ഒരു വ്യക്തിത്വം, സത്യസന്ധതയുടെ ഒരു വ്യക്തിത്വം നമുക്കുണ്ടാവണം. നല്ലപോലെ പ്രാർത്ഥിക്കണം. റബ്ബുൽ ഇസ്സത്ത് അതിനുള്ള മഹത്തായ സൗഭാഗ്യം തന്ന് നമ്മെ ഓരോരുത്തരെയും തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഈ പള്ളിയിലെ അടുത്ത ഈ മാസത്തിലെ 8, 9, 10 തീയതികളിൽ വരുന്ന വെള്ളി, ശനി, ഞായർ തീയതികളിൽ നമ്മുടെ 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികളായ നമ്മുടെ മക്കൾക്കൊരു ക്യാമ്പ് നടത്തുന്നുണ്ട്.
ആ ക്യാമ്പില് ഈ പ്രായത്തിലുള്ള നമ്മുടെയൊക്കെ മക്കളെ നമ്മൾ കൃത്യമായി ചേർക്കണം. കഴിഞ്ഞ ആഴ്ച ഞാൻ അതിന്റെ ഒരു നിർദ്ദേശം തന്നിരുന്നു. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. കൂടാതെ വിശദീകരണങ്ങൾ പിന്നീട് പറഞ്ഞുതരാം. ഉളുഹിയ്യത്തിന് ഈ വർഷത്തിൽ ഒരു ഷെയർ 10,000 രൂപയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഒരുങ്ങാനുള്ളവർ ഒരുങ്ങാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് ഈ തന്നത്. ബാക്കി അതിന്റെ ബയാൻ പിന്നീട് ഞാൻ പറയുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ ഏത് രംഗത്തും സത്യവിശ്വാസി സത്യസന്ധനായിരിക്കണം. നമ്മളെ കുറിച്ച് പറയാറുള്ളത് സത്യവിശ്വാസി എന്നാണ്. വെച്ചാൽ ഏറ്റവും പരമമായ സത്യത്തിലാണ് നമ്മൾ വിശ്വസിച്ചിട്ടുള്ളത്. നമ്മൾ ആചരിക്കേണ്ടതും പുലർത്തേണ്ടതും അതിനോട് നീതി പുലർത്തുന്ന സമീപനങ്ങളാവണം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. ഞാൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ഒന്നുകൂടി പറഞ്ഞുതരാണ്. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക. ഈ പ്രാർത്ഥനകൾ പലയിടത്തും കേട്ടിരിക്കും. ഒന്നുകൂടെ എന്റെ കൂടെ പറയണേ. അല്ലാഹുമ്മ ക്ഫിനി, അല്ലാഹുവേ എനിക്ക് മതിയാക്കി തരണം. ബിഹലാലിക, നിന്റെ ഹലാല് കൊണ്ടെന്നെ എനിക്ക് പരിപൂർണ സംതൃപ്തി തരണം. അൻ ഹറാമിക, നിന്റെ ഹറാം ഒഴിവാക്കിയിട്ട് ഹലാല് കൊണ്ട് തൃപ്തിപ്പെടാൻ എനിക്ക് കഴിയണം. വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക, നിന്നെ അല്ലാതെ എല്ലാവരെയും ഒഴിവാക്കി നിന്റെ ഫദ്ല് കൊണ്ട് എനിക്ക് നീ ധന്യത തരണം. നിന്നിൽ തന്നെ സംതൃപ്തി തരാൻ ഉള്ള ഒരു മനസ്സ് തരണം. ഒന്നുകൂടി പറഞ്ഞു നോക്കിയേ. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക. അങ്ങനെ ജീവിതത്തെ നമ്മൾ അടയാളപ്പെടുത്തി മുസ്ലിമാണ് എന്ന നിലയിൽ നമ്മളൊരു യോഗ്യത നേടി ആ സിദ്ദീഖിയ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച് നമ്മുടെ ഉത്തരവാദിത്വം പ്രബോധനമാണ്. ആ പ്രബോധനം വാക്കുകളിലൂടെ കർമ്മങ്ങളിലൂടെ ജീവിതത്തിലൂടെ നിർവഹിക്കാൻ കഴിയണം. അതിന് ശ്രമിക്കണം, പ്രാർത്ഥിക്കണം. പടച്ചവൻ അവൻ ഇഷ്ടപ്പെടുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ള തൗഫീക്ക് തന്ന് റബ്ബ് നമ്മെ ഓരോരുത്തരെയും തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും അവൻ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവിന്റെ എല്ലാവിധത്തിലുള്ള മഹത്തായ ഫളിലുകളും നിഅമത്തുകളും ആഫിയത്തുകളും ലഭിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അവൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. സകല മുസീബത്തുകളിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഉമ്മത്തിനെയും ഒക്കെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ജീവിക്കുന്ന വഴികളിൽ ഹലാലിനെ പുൽകി ഹറാമുകളെ ഒഴിവാക്കി ദീനിന്റെ വഴിയിൽ സംതൃപ്തമായ മനസ്സുമായി മുന്നോട്ട് പോവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്. റബ്ബന അഗ്ഫിർ ലനാ വ ലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ إلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وسلام على المرسلين والحمد لله رب العالمين.